യാതൊരു വകനും വരുത്താതക്കവണ്ണം ബ്രഹ്മാവ് ടൈസ് വരെ നടന്നു വരുവാനുള്ളതായ ഭാഗ്യം കീർത്തി ഇന്ന് കൂട്ടിത്തരാറായിരിക്കട്ടെ. 10 കൊടുക്കാരാ എല്ലാവരും ഉണ്ടല്ലേ? സന്തോഷം അല്ലേ? നിങ്ങൾക്ക് ചിങ്കമ്പളജനെ കിട്ടിയത്, ചിങ്കമ്പളജനെ അല്ലേ നിങ്ങളെ എനിക്ക് കിട്ടിയതോ മറന്നിട്ടില്ലല്ലോ എൻ്റെ 10 കൊടുക്കാരാ. അല്ല കൊണ്ടത്തരത്തോടെ തന്ത്രി ഇത്ര പേർക്ക് മറന്നിട്ടില്ല അല്ല 10 കൊടുക്കാരാ. നിങ്ങളുടെ മണ്ണിൻ്റെ അകത്ത് ഓരോരോ കാര്യങ്ങളും കാര്യസ്ഥനായിട്ട് നടന്ന് കളിച്ച അജ്ജനാണ് ചിങ്കമ്പളജൻ. ഇന്ന് കോലപ്രമാണത്തിങ്കലായി. ഇന്ന് കണ്ണുനരെ കണ്ടില്ലേ 10 കൊടുക്കാരാ? മനസ്സ് കൊടുത്തില്ലേ പൂർത്തേക്കല്? അതുകൊണ്ട് എല്ലാവരും ഒത്തു കളിച്ച് പോരും. ഞാനെന്നോ നീയെന്നോ പടുത്തുപടിയെന്നോ ദേഹരാശിയോട് കൂടി അല്ലെ ദേവന്റെ അല്ലെ ഭക്തന്മാരെന്നതുപോലെ മക്കളെന്നതുപോലെ കളിച്ചു പോരാറായിരിക്കട്ടെ. ഋഷിക്ക് അനേക വാക്കുകൾ കൊണ്ട് കാലതാമസം വരുത്തുന്നില്ല അല്ലെ. അതുകൊണ്ട് എന്റേതാകുന്നതായ കൈനീട്ടം ദക്ഷിണക്ക് ഞാൻ വരുത്താറായിരിക്കട്ടെ. വീട് മതിയാണ്. കൃപാകടാക്ഷം ഭക്താനുഗ്രഹം പകർന്നൊരുടുന്നൊരു പുണ്യഭൂമി എൻ്റെ പെരുതിടിയപ്പൻ. ധാനം 9 നാടിനകത്ത് ചുള്ളിക്കര കുർബാനം, അയ്യങ്കാവ് ചേരിക്കാലി, പനത്തടി പാണ്ഡ്യാല, തുളുർവനം മാടക്കൊട്ടിന്, തുളുർവനത്ത് വെച്ചിരിക്കുന്നതായ 3000 എൻ്റെ തുളുർവനക്കത്ത് ഭഗവതിയും എൻ്റെ പനക്കൂറമ്മയും പെരുതടിയപ്പനും പെരുതടി കൊടിമരം ഇന്നത്തെ കാലത്ത് വെച്ചിരിക്കുന്നതായ നാമം. ആ നാമത്തിന് മറ്റൊരു നാമത്തിന് ഇടവരുത്താതക്കവണ്ണം പെരുതടിയപ്പ എന്നിരിക്കുന്നതായ അനുഭവം പെരുതടിയപ്പൻ്റെ യോഗനിദ്ര ചെയ്തു പോരുന്ന കാലത്ത് നവരാത്രിയും ശിവരാത്രിയും പൂരവേളകളും 30 നാളും കഴിഞ്ഞിട്ട് ഇന്നിതാ ദേവന്റെ ആറാട്ട് മഹോത്സവങ്ങളും കഴിഞ്ഞിട്ട് 5ാമത്തെ ദിനത്തിങ്കൽ ഇന്നിതാ ദേവൻ്റെതാകുന്നതാ ഒന്നുകുറവ് 40 ദൈവങ്ങളുടെ തിരുനൃത്തങ്ങൾ ഈ സന്നിധിങ്കൽ കണ്ടു കഴിഞ്ഞു. ഏതായാലും കഴിഞ്ഞ കൊല്ലം ആടിപ്പാടി കെട്ടിയിരിക്കുന്നതായ ഗ്രന്ഥം ഈ വർഷം മേടിച്ചു. ഇന്നിതാ പ്രാപഞ്ചികാവസ്ഥയെങ്കിലും നിന്നിട്ട് ചിങ്കമ്പളജനിരിക്കുന്നതായ പരമാർത്ഥം അങ്ങനെ കൈയെടുത്തു. ആദ്യകാലത്തെങ്കിൽ ഗുരുവന്നിരിക്കുന്നതായ എൻ്റെ ഭഗവതിയുടെ കാര്യസ്ഥൻ അന്ന് ബ്രഹ്മാവ് ടായ്സ് ക്ഷയിച്ചുപോയി. ഇരുണ്ട കാട്ടിൻ്റെ എങ്ങനെ സ്ഥാനം ചെയ്തു. അന്ന് 12 രാശി നോക്കിയ കാലത്ത് ചിങ്കമ്പളജൻ്റെതാകുന്നതായ കോലപ്രമാണത്തെ കണ്ട് സായോജ്യമടഞ്ഞ് അനുഗ്രഹത്തെ വാങ്ങണം എൻ്റെ പെരുതടിയപ്പൻ. അങ്ങനെ 12 രാശിക്കകത്ത് അങ്ങനെ ഗുരുകാരന്മാരെന്നിരിക്കുന്ന അനുഭവത്തിങ്കൽ ചിങ്കമ്പളജൻ അന്ന് കുരുത്തോല കെട്ടി കളരിപൂക്കി ഭക്തന്മാർക്ക് അനുഗ്രഹത്തെ കൊടുത്തു അല്ലേ തന്ത്രി? ഭക്തന്മാർക്ക് അനുഗ്രഹത്തെ കൊടുത്തു. ഇന്നിതാ പ്രാപഞ്ചികാവസ്ഥയും ചിങ്കമ്പളജനെ കൈയെടുത്തു അല്ലേ. കാണാൻ ചന്തമില്ല ചിങ്കമ്പളജന്. അന്ന് ഓരോരോ നാട്ടിൽ പോയി പണിയെടുത്തിട്ട് എൻ്റെ ഭഗവതിയുടെ കാര്യസ്ഥനായിരിക്കുന്നതായി എൻ്റെ പൂജാരി എന്നിരിക്കുന്നതാണോ അന്ന് മൺമറഞ്ഞു അല്ലേ. ഇപ്പോഴില്ല ആ നാമം അല്ലേ പത്തോടിക്കാരാ? ഇപ്പോഴില്ല ആ നാമം. എൻ്റെ കത്തിൽ തുടങ്ങിയില്ലേ മരത്തിൻ്റെ കത്ത് ഇപ്പോഴും ഉണ്ട് തെളിവായിട്ട്. കാലങ്ങളും കാലപ്പഴക്കങ്ങളും 30 നാൾ കഴിഞ്ഞാലും മണ്ണ് മറന്നാലും ശക്തി മറന്നിട്ടുള്ള പ്രകടിക്കും. അതുകൊണ്ട് പെരുതടിയപ്പൻ്റെ ഈ അമരഭൂമിക്കകത്ത് ചിങ്കമ്പളജൻ കൈയെടുത്തു. അതുകൊണ്ട് മഹാലോകരും ഭക്തന്മാരും ഇതിനകത്ത് കൈയെടുത്തു. അവർക്ക് അനേകം വാക്കുകൾ കൊണ്ട് കാലതാമസം വരുത്താതെ കണ്ട് നാളേക്ക് ഭക്തന്മാർക്ക് അനുഗ്രഹത്തെ കൊടുക്കാറായിരിക്കട്ടെ. എൻ്റെ പെരുതടിയപ്പ നിശ്ചയിച്ചിട്ട് വീരഭദ്രൻ എന്നിരിക്കുന്ന സംഹാര ശക്തിയും ലോകൈകനാഥനും എൻ്റെ ഭഗവതിയും വന്നിരിക്കുന്ന പരമാർത്ഥം. ആ പരമാർത്ഥം 2ാമത്തെ അക്ഷരത്തിന് ഇടവരുത്താതക്കവണ്ണം ഒരു നാമത്തെ കൊണ്ട് പ്രാർത്ഥിക്കാറായിരിക്കട്ടെ. തന്ത്രേ ദേവർകൊന്നത്ത് തന്ത്രേ ദോഷമായി അല്ലേ. വേദാന്ത കാന്ത വേദാനാം വിശ്വത്മാവേ അഭ്യന്തകീനം പൂർവത്ഭുതം ശിവം സച്ചിദാനന്ദകാരം ശാന്തം അദ്വൈതം പുരുഷോത്തരം അല്ലേ. ദേവാദി കർമ്മങ്ങൾ ചെയ്തു പോരുന്നവരാണ് നിങ്ങൾ. അതുകൊണ്ട് ആറുശ്ശേരി 64 ഗ്രാമം 14 ഗോത്രം 36,000 കോടി തന്ത്രിമാര്
മുടിക്കിട്ട ബ്രഹ്മം അല്ലേ, മുടിക്കിട്ട ബ്രഹ്മ മുടിക്കിട്ട മൂല പഞ്ചാക്ഷരത്തിനും മുടിക്കിട്ട പുഷ്പത്തിനും ബ്രഹ്മനൂലിനും അല്ലേ, ഗായത്രി മന്ത്രത്തിനും മൂല പഞ്ചാക്ഷരത്തിനും ലക്ഷ്മി പൂജയ്ക്കും മഹാമൃത്യുഞ്ജയ ഹോമത്തിനും അവിഘ്നം വന്നിട്ടില്ലല്ലോ തന്ത്രി. അതുകൊണ്ട് നാളേക്ക് നീളേക്കും കർമ്മം ചെയ്യുവാനുള്ളതായ ഭാഗ്യം എന്നും കൂട്ടിത്തരാം എൻ്റെ പെരുതടിയപ്പനും ചിങ്ങമ്പളച്ചനും. അതുകൊണ്ട് തിരുവലപ്പൻ്റെ തന്ത്രി, എൻ്റെ പെരുതടിയപ്പൻ്റെ തന്ത്രിയും, കുണ്ടാംകുഴിയപ്പൻ്റെ തന്ത്രി, ആലക്കോട് തന്ത്രി, പെരികമന തന്ത്രി, ആലമ്പാടി പട്ടേര്, അത് കതിച്ചേരി തന്ത്രി, പുതുച്ചേരി തന്ത്രി, കാളകാട്ട മന്ത്രവാദി, മേക്കാട്ട മന്ത്രവാദി, അങ്ങനെ ഇരിക്കുന്ന തന്ത്രിക്കരങ്ങളും, എൻ്റെ കണ്ണാറപ്പൻ്റെ തന്ത്രി, പരത്തടി വാണ്ടിയാലക്ക് ഭഗവതിയുടെ തന്ത്രി, മായത്യ ഭഗവതിയുടെ തന്ത്രി, എല്ലാവരും ഉണ്ടാകാം തന്ത്രിമാരെ. അതുകൊണ്ട് 14 ഗോത്രം 36,000 തന്ത്രിമാരോടും തന്നെ ഒരു ഗുണപരണ ഗുണപടം അകത്തോട് തന്ത്രി, അകത്തോട് തന്ത്രി, അകത്തോട് തന്ത്രി, പയ്യാവൂർ കടകേ പയ്യാവൂർ കടകേ. അതുകൊണ്ട് സന്തോഷമല്ലേ, അതുകൊണ്ട് കണ്ണു നിറയെ കണ്ടുവല്ലേ ചെങ്കമ്പളച്ചന്, കാര്യമില്ല അല്ലേ, അറിഞ്ഞിരിക്കുന്ന പരമാർത്ഥം. അതുകൊണ്ട് ആറാട്ടം, നവരാത്രിയും ശിവരാത്രിയും പൂരവിളക്കും പൂരവേളകളും കഴിഞ്ഞിട്ട് ഇന്നിതാ പെരുതടിയപ്പൻ്റെ തിരുസന്നിധി ചെങ്കമ്പളച്ചൻ കയ്യെടുത്തു. എല്ലാ കാര്യങ്ങളും തീരുന്നില്ലെങ്കിലാകട്ടെ. അതുകൊണ്ട് ആവട്ടെ, പയ്യാവൂർ കടകെ, മേനൂർ കടകെ, തൃക്കരിപ്പൂർ കടകെ, പയ്യാവൂർ തൊട്ട് പൈക്കം വരെയുള്ള സാധനം, പട്ടുവും തൊട്ട് പനമ്പൂർ വരെയുള്ളതായ സാധനം കണ്ടുവയ്ക്കാറായിരിക്കട്ടെ. നോക്കരുത്ത് പുരാകൻ ഓർത്തു ബാധ്യക്കാരല്ല ഓർത്തു ആവട്ടെ. അതുകൊണ്ട് വിശേഷിച്ചിട്ട് ഇരിക്കട്ടെ, എല്ലാവരും ഉണ്ടാകാം. അതുകൊണ്ട് കടകത്തൂരാളൻ ഒത്തിരി ഭഗവതിയുടെ കാര്യം ഓർത്തു ആവട്ടെ, ഇരിക്കാം. അതുകൊണ്ട് ആവട്ടെ, എല്ലാവരോടും തന്നെ ഗുണപരണം ഉണ്ടാത്തടത്തോളേ അഭിഷേകപ്രിയൻ പഞ്ചലിംഗേശ്വരനായിട്ടും സംഹാരമൂർത്തിയായും വീരഭദ്രനായിട്ടും അങ്ങനെ ഓരോരോ അവതാരം എടുത്തിരിക്കുന്നതായ പരമാർത്ഥം ഏതായാലും അമ്മയുടെ കരുത്തുണ്ടല്ലോ എന്നും ദേവവേദാന്ത മന്ത്രങ്ങൾ ചൊല്ലിയിട്ട് അശ്വത്ഥ പ്രദക്ഷത്തിനും വിഘ്നങ്ങൾ വരുത്താതെ രക്ഷയാകുന്ന അനുഭവത്തിന്റെ വഴികളൊക്കെ ഇതിനാൽ തന്നിട്ടുണ്ട്. പഞ്ചഭൂതങ്ങളും അഹങ്കാരങ്ങളും എന്ന് വേണ്ട 24 ഘടകങ്ങൾ ചേർന്നിരിക്കുന്നതായ ക്ഷേത്രത്തിനകത്ത് അമ്മ എറിഞ്ഞു തന്നിരിക്കുന്ന 9 തരം ഭക്തികളുണ്ടല്ലോ. ശ്രവണം, കീർത്തനം, വന്ദനം, ദാസ്യം, ആത്മനിവേദനം, പാദസേവനം, അർച്ചന, പൂജ എന്നിങ്ങനെ ഇരിക്കുന്നതായ ഭക്തികൾ എറിഞ്ഞു തന്നപ്പോൾ അതിൽ ശ്രേഷ്ഠമായിരിക്കുന്ന ഭക്തി തന്നെ തെരഞ്ഞെടുത്തുവല്ലോ. പുണ്യോത്കൃഷ്ടം, പുണ്യമധ്യമം, പുണ്യസാമാന്യം അല്ലേ. അങ്ങനെ ഇരിക്കുന്നതായ ഭക്തികൾ കൊണ്ട് പരിപാലിച്ചെടുക്കുന്നുണ്ടല്ലോ നിത്യവും. നിത്യകർമ്മമായിട്ട് കനഷ്ടികനാമിക മധ്യവ അർച്ചിനി അന്തൃഷ്ടം എന്നിരിക്കുന്ന 5 വിരലുകൾ കൂട്ടിയോജിപ്പിച്ച് വിളിച്ചതിനുള്ള ഫലമല്ലേ ഇത്? ഇതെല്ലാം മുൻജന്മ സുഹൃതമാണല്ലോ തന്ത്രി. മുൻജന്മ സുഹൃതം.
മുൻജന്മങ്ങളിൽ ചെയ്തിരിക്കുന്ന പുണ്യകർമ്മത്തിന്റെ ഫലം തന്നെയാണല്ലോ എന്റേതായിരിക്കുന്ന വിശ്വരൂപത്തെ നിങ്ങൾക്കിന്ന് ദൃഷ്ടിഗോചരമാകുന്നത്. അതുകൊണ്ട് പഞ്ചഭൂതാത്മകമാകുന്ന ദേഹത്തോട് ചേർന്നു കിടക്കുന്ന പരമശ്രേഷ്ഠമായിരിക്കുന്ന ഭക്തികൾ കൊണ്ട് പരിപാലിച്ചിരിക്കുന്ന കർമ്മങ്ങൾക്കൊന്നും പുറവിടി വരുത്താറ് തക്കവണ്ണം രക്ഷയുടെ വഴികൾ ഉണ്ടാക്കണം. വിശ്വാസത്തോടും ദൃഢനിശ്ചയത്തോടു കൂടി ഏതൊരു ലക്ഷ്യത്തെ മുൻനിർത്തി എന്നെ പരിപാലിക്കുന്നു അതിനനുസരമായിരിക്കുന്ന ഫലം നിങ്ങൾക്ക് അമ്മ സിദ്ധിച്ചു തരും. നാട്ടിൻ്റെ അകത്ത് കന്യരാശിയാണെങ്കിലും ആരൂഢത്തിനകത്തൊരു പൂർവ്വസ്ഥാനമായിട്ട് നിങ്ങളോടൊപ്പം വലങ്കൈയായിട്ട് ഒരു സാരഥിയായിട്ടുണ്ടാകും കേട്ടോ. നന്മയായിരിക്കുന്ന വൃക്ഷത്തണലായിട്ടും ആ സൂര്യന്റെ പുറച്ചൂടിൽ നിന്നും രക്ഷയേകുന്ന ഒരു മോക്ഷരൂപമാകുന്ന ഒരു വൃക്ഷത്തണലായിട്ട് തന്നെ അമ്മ എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് കരുതി പോറാറായിരിക്കട്ടെ. തന്ത്രിയെ രക്ഷിക്കാം കേട്ടോ. ശേഷം അകത്തോട്ട് തന്ത്രിയുണ്ടോ? അകത്തോട്ട് തന്ത്രിയുണ്ടോ? അകത്തോട്ട് തന്ത്രി. ആ ഏതായാലും എൻ്റെ അകത്തോട്ട് തന്ത്രി കഴിച്ചില്ല എന്ന് വേണ്ട അല്ല. ഏതായാലും സന്തോഷം തന്നെയാണല്ലോ ജീവിതം. ജീവിതം വന്നിരിക്കുന്ന വന്നാവിനകത്ത് പരീക്ഷണങ്ങൾക്ക് ഇടപെട്ട് കൊടുത്തിട്ടില്ല എന്നേ വരയ്ക്കും അല്ലേ? എന്നും നന്മ നിറച്ചിരിക്കുന്നതായ അനുഭവത്തിന്റെ വഴിയായിട്ട് എന്നും കുളിരേകുവാൻ ഉണ്ടാകും കേട്ടോ അമ്മ കൂടെ. ചെയ്തിരിക്കുന്നതായ കർമ്മങ്ങൾക്ക് ഉറവിടി വരുത്താറൊക്കെ വണ്ണം രക്ഷയാകുന്ന വഴികളിലൂടെ സഞ്ചരിച്ച് പോരുമ്പോഴും ചരാചരങ്ങളായിരിക്കുന്ന എല്ലാ നശ്വര വസ്തുക്കളിലും മാതാവിനെ ദർശിക്കുവാനുള്ളതായ മഹാഭാഗ്യത്തെ എടുത്ത് പരിപാലിച്ചു തരാം കേട്ടോ. രക്ഷിക്കാം കുടപ്പാടെ പുറത്തു കൊണ്ട് പരിപാലിക്കാം. കടകത്തൂരാളുണ്ടോ? കടകത്തൂരാളൻ മഹാബലം എന്ന് പറയുന്നത് പോലെ തുണയായിട്ട് നിൽക്കുമ്പോൾ ശേഷം സന്നിധിങ്കലാവട്ടെ കേട്ടോ. എല്ലാ കാര്യാതി കർമ്മങ്ങളും സന്നിധിങ്കലാവട്ടെ. ആവട്ടെ കൈയെടുക്കാറായിരിക്കട്ടെ. അല്ലേ ഒരു അംശമല്ലേ ജഗത്തെല്ലാം തന്നെ പ്രാപിച്ചു കിടക്കുന്നത്. എൻ്റെതായിരിക്കുന്ന തിരുനൃത്തം കണ്ട് ഇരുദൃഷ്ടി കൊണ്ട് മനസ്സോടുന്ന് സായോജമടഞ്ഞു അല്ലെ. സന്തോഷമായില്ലേ? ഇനിയും ഇതേപോലെ നൃത്തഗീതാദി കർമാനുഷ്ഠാനങ്ങൾ പരിപാലിക്കുവാനും ആരാധിക്കുവാനുമുള്ള കടാശം വേണ്ടുപോളം കൂടി ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഭയപ്പാടൊന്നുമില്ലാതെ കണ്ടിരിക്കാം. കുടം വേണം തന്ത്രി വന്നോ? സുഖം തന്നെയാണോ തന്ത്രി? സുഖം തന്നെയല്ലേ? ഇത്ര പേർക്കും ഞാനും എന്റെ പെരുതടിയപ്പനും ശേഷം കള്ളാറപ്പനും കൈവിടാ തക്കവണ്ണമായിട്ട് രക്ഷിച്ചു പോന്നിട്ടില്ലേ തന്ത്രി? ഇല്ലേ തന്ത്രി? അല്ലേ? ഇതാ ദേവന്റേതായിരിക്കുന്ന തിരുനൃത്തം കണ്ട് മനസ്സോതൊന്ന് സായോജമടഞ്ഞില്ലേ അല്ലേ? എന്നും കാവൽക്കാരനല്ലേ ഈ ദേശത്ത് അല്ലേ? ഈ ക്ഷേത്രത്തിങ്കലും ഈ ഭക്തജനങ്ങൾക്കും നിങ്ങൾക്കുമെല്ലാം കാവൽക്കാരൻ തന്നെയല്ലേ കുടിക്കാൻ? രാജാതിരാജൻ, കാവൽക്കാരൻ, കാരാന്തകൻ, 1000 സൂര്യപ്രഭയോട് കൂടിയിരിക്കുന്ന കരിങ്കാലൻ അല്ലേ? കണ്ടുപോ മനസ്സോട് സായോജമടഞ്ഞില്ലേ? ഇതാ ദേവന്റേതായിരിക്കുന്ന ഒരു അംശമാണ് ജഗത്തെല്ലാം തന്നെ പ്രാപിച്ചു കിടക്കുന്നത് അല്ലേ? ആവട്ടെ നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിനും ആ മുടിക്കിട്ട ബ്രഹ്മത്തിനും ഗായത്രി മന്ത്രത്തിനും മൂലപഞ്ചാശരത്തിനും അശുദ്ധ പ്രദർശനത്തിനും അല്ലെ വിഘ്നങ്ങളൊന്നും വരുത്താതെ കണ്ട് നിങ്ങളെന്നിരിക്കുന്ന കുലത്തെ അല്ലെ നല്ല ഉയർന്ന പദവിയോട് കൂടി ആരാധിക്കുവാനുള്ള കടാശം ഞാനും എൻ്റെ ബിരുദരേപ്പൻ സാക്ഷിയായിട്ട് തരുന്നു കേട്ടോ. രക്ഷിക്കാം. ശേഷമായിരിക്കുന്ന അനുഭവത്തിങ്കൽ എൻ്റെ അകത്തോട്ടറിയില്ലേ? അകത്തോട്ടറി കഴിച്ചിട്ടില്ലേ? ആവട്ടെ സന്തോഷം എന്നിരിക്കുന്ന അനുഭവത്തിങ്കിലേക്ക് കൊടുക്കുമാറായിരിക്കട്ടെ. ആരാണ്? ആവട്ടെ സന്തോഷം. എൻ്റെ 9 നാടുമാഴും എൻ്റെ കള്ളാപ്പൻ ശേഷമായിരിക്കുന്ന അനുഭവത്തിങ്കൽ എൻ്റെ പെരുതടിയപ്പനും അതീവ പുണ്യമായിരിക്കുന്ന ഈ പെരുതരിത്ത സ്ഥലമായിട്ട് ഈ 101 പുള്ളിക്കാരൻ കാവൽക്കാരൻ
കാലാതകൻ, 1000 സൂര്യപ്രഭയോട് കൂടിയിരിക്കുന്ന ചൗക്കാർ ഗുളിക രാജാവ്, രാജാതിരാജൻ അല്ലേ, എന്റേതായിരിക്കുന്ന പെരുതരിയപ്പൻ്റെ ഈ പുണ്യഭൂമിക്കകത്ത് തുള്ളിപ്പറപ്പെട്ട ബന്ധം തന്നെയാണല്ലോ എൻ്റെ കള്ളാറപ്പ. എൻ്റെ കള്ളാറപ്പ ആവട്ടെ 4 പാറ എന്ന വിധം 4 വേദബന്ധ കണക്കിൽ മേലോകത്തിൽ നിന്നും കീഴ്ലോകത്തിലേക്ക് ശിവന്റേതായിരിക്കുന്ന പെരുവരിൽ നിന്ന് രൂപപ്പെട്ടിരിക്കുന്ന ശക്തി സംഹാരമൂർത്തി തന്നെയല്ലേ കുളിക്കാൻ. അങ്ങനെ ഇട്ട ഫലങ്ങൾക്കോ നട്ട ഫലത്തിനോ 2 കൊമ്പൻ തിരക്കുള്ള വസ്തുക്കൾക്കോ കുഞ്ഞുക്കിടാക്കൾക്കോ പൈതങ്ങൾക്കോ 4 കാലി മൃഗാദികൾക്കോ ബുദ്ധിമുട്ടൊന്നും ആകാതെ കണ്ട് ഇത്ര വരയ്ക്കും പരിപാലിച്ചു പോന്നിട്ടുണ്ട്. നാടിൻ്റെ രക്ഷകനായിട്ട്, കാവൽക്കാരനായിട്ട്, കാര്യക്കാരനായിട്ട് കുളികൻ ഇത്ര വരയ്ക്കും നിലനിന്നിരിക്കുന്ന പരമാർത്ഥം തന്നെയാണല്ലോ എൻ്റെ പ്രിയതടിയപ്പ. ശേഷമായിരിക്കുന്ന അനുഭവത്തെ എല്ലാം ഏറ്റുകൊടുക്കുമാറായിരിക്കട്ടെ. എൻ്റേതായിരിക്കുന്ന ഭക്തജനങ്ങൾക്ക് ആയുരാരോഗ്യവും സമ്പൽസമൃദ്ധിയും കുടുംബജീവിതം ധന്യമാക്കി കൊടുക്കുവാനുമുള്ള കടാശം കൊടുത്തു പോറാറായിരിക്കട്ടെ എൻ്റെ പെരുതടിയപ്പ. പെരുതടിയപ്പ ഗുണം പെടണം, ഗുണം പെടണം, ഗുണം പെടണം, ഗുണം പെടണേ.
സന്തോഷം. അല്ലെ, കൺകുളിക്കെ കണ്ടു, മനസ്സ് കുളിർത്തു. അല്ലെ, ഇനി എങ്ങനെയാണ് ഭാവി കാര്യങ്ങളെല്ലാം? എന്തെങ്കിലും ചെയ്യുവാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ചൊല്ലുവാനുണ്ടോ ദേവനോട്? വിട്ടുപോയ കാര്യങ്ങൾ എന്തെങ്കിലും ചൊല്ലുവാന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുവരെ കൈവശം രേഖയായിട്ട് കിട്ടിയില്ല. അതുപോലെ അവരെ കേസിൽ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഒന്നും ഒരു തീരുമാനമായി ആകാതെ ഇങ്ങനെ നടക്കുന്നില്ല. തീരുമാനത്തിലെത്തണം. ആവട്ടെ. അല്ലേ, ഏതായാലും 1000 പശുക്കളുടെ കൂട്ടത്തിലേക്ക് അല്ലേ ഒരു പശുക്കിടാവിനെ വിട്ടാൽ അല്ലേ, ആ പശുക്കിടാവ് തൻ്റെ കൂട്ടത്തിൽ തിരിഞ്ഞ് തൻ്റെ മാതാവിനെ കൃത്യമായി കണ്ടുപിടിക്കുന്നത് പോലെയാണ് കർമ്മഫലവും. അല്ലേ, അല്പം വൈകിയെങ്കിലും അത് സാധ്യമാകും. അല്ലേ, അത് സാധ്യമാകണം. അല്ലേ, അങ്ങനെയല്ലേ വേണ്ടോത്തുകാരന്മാര്? അല്ലെ, അല്പതയായിട്ടൊന്ന് വൈകിയെങ്കിലും അത് സാധ്യമാക്കി കൊടുക്കണം. ആവട്ടെ, ഞങ്ങളുണ്ടല്ലോ. ശാരദയായിട്ട് എൻ്റെ പെരുതയപ്പനും ഉണ്ടല്ലോ ഇവിടെ. അല്ലേ, സന്തോഷം. അതുകൊണ്ട് സങ്കടമൊന്നും വേണ്ട കേട്ടോ. എന്നും നല്ലൊരു വഴികാട്ടിയായിട്ട് ഞാനും എൻ്റെ ചങ്ങാതിമാരുണ്ടല്ലോ ഇവിടെ. അല്ലെ, അതിലുപരിയായിട്ട് പ്രപഞ്ചത്തിലെ മഹാപോരാളി എന്നിരിക്കുന്ന എൻ്റെ അമ്മയും ഉണ്ടല്ലോ ഇവിടെ. അല്ലേ, അതുപോലെ അവരെല്ലാ കാര്യങ്ങളും വേണ്ടുവോളം അതെ ചൊല്ലിക്കളിപ്പിക്കുക നിങ്ങൾക്ക്. അതുകൊണ്ട് ഞാൻ അല്പതിയായിട്ടൊന്നും അറിയട്ടെ. ഏതായാലും നിങ്ങൾ ചെയ്യേണ്ടതാകുന്ന ഒരു കർമ്മമുണ്ട് ഇവിടെ. അല്ലേ, നിങ്ങളെല്ലാവരും ചെയ്യേണ്ടതാകുന്ന ഒരു കർമ്മമുണ്ട് ഇവിടെ. എന്താണത്? ഇങ്ങനെയുള്ള നൃത്തഗീതാദി കർമാനുഷ്ഠാനം എന്നിരിക്കുന്ന മഹായജ്ഞം അത് നിങ്ങളുടെ ധർമ്മമാണെന്ന് കണ്ടു കരുതിയിട്ട് ചെയ്തു പോരുവിൻ. അല്ലേ, അവിടെ നിങ്ങൾക്ക് വേണ്ടുന്ന സുഹൃതങ്ങളും ഐശ്വര്യങ്ങളും കടാക്ഷങ്ങളും എല്ലാം ഞാനും ചങ്ങാതിമാരും എല്ലാവരും കൂട്ടിത്തരാം കേട്ടോ. അതുപോലെ ഹലോകരെ, അതുകൊണ്ട് കാലവും നേരവും നോക്കിയിട്ട് ഞാൻ അസ്തവും ചേരുന്നു എൻ്റെ കാര്യക്കാരനുള്ള കൈയെടുക്കുവാനായിട്ട്. അതുകൊണ്ട് ആർക്കും ബുദ്ധിമുട്ട് വരുത്താതെ ദേവൻ തന്നിരിക്കുന്ന പച്ചരി ഉണ്ടല്ലോ, ദേവൻ്റെ മേനിയും അർദ്ധന ചെയ്തിട്ട് അരി നിങ്ങൾക്ക് ഐസായിട്ടും പുഷ്പം തണലായിട്ടും മാറട്ടെ പറയുന്നു കേട്ടോ. എവരോട് തന്നെ അല്ലെ, കഴിഞ്ഞ കൊല്ലം ആടിയും പാടിയും കെട്ടിയിരിക്കുന്നതായ പച്ചോല ഗ്രന്ഥം ഈ വർഷം ഒന്ന് അഴിച്ചുവല്ലോ. അല്ലേ, ഏതായാലും അങ്ങനെ ഭാവി കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടോ? അല്ലേ, ആരില്ലേ ഇവിടെ? ആയാലും ദേവനെ കാണുവാനുള്ള മഹാ സൗഭാഗ്യം ലഭിച്ചുവല്ലോ. കർമ്മങ്ങളെല്ലാം ചെയ്തു പോകുന്നുണ്ടല്ലോ. ആവട്ടെ, ഇതുകൊണ്ട് വരുത്താതെ കുടുംബജീവനം ധന്യമാക്കി കിട്ടും കേട്ടോ. എൻ്റെ പൈതങ്ങളെ സന്തോഷം കേട്ടോ. നല്ല അറിവോട് കൂടി സഞ്ചരിച്ച് പോരും. എൻ്റെ പൈതങ്ങളെ നല്ല വിജ്ഞാനമല്ല കൂട്ടിവരാൻ കേട്ടോ.